മെട്രോ. ഇന്നലെയാണ് പടം കണ്ടത്. നമ്മുടെ കാർത്തിക് സുബ്ബരാജിൻ്റെ പടമാണ്. ഇപ്പം എല്ലാവർക്കും അറിയണ പടമാണ്, ഭയങ്കര ഹൈപ്പുള്ളൊരു പടമാണ്. പക്ഷേ പടം കാർത്തിക് സുബ്ബരാജിൻ്റെ പടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് പടം തന്നെ പറയാം. ആളുടെ പടത്തിൻ്റെതായിട്ടുള്ളൊരു സാധനം ഈ പടത്തിൽ ഞാൻ കണ്ടില്ലേ. ഞാൻ ജഗമേതന്തിരാണ് ആളുടെ പടത്തിൽ ഏറ്റവും പൊട്ട പടം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാ, പക്ഷെ അതിനേക്കാൾ അക്രമ പടമാണ് ഇത്. സൂര്യയുടെ കംബാക്ക് ഒന്നല്ല, പിന്നെ പറയുമ്പോൾ ഇത്ര വലിയ ആനത്തല പടം ഒന്നല്ല. ഡിസപ്പോയിന്റ് ചെയ്തു നല്ല രീതിയിൽ. കാരണം സുബ്ബരാജിൻ്റെ പടങ്ങളിൽ ആൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇത്തിരി വെറൈറ്റിയാണ്, ഇത്തിരി രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. പക്ഷെ സാധനങ്ങളൊന്നും ഇതിൽ കണ്ടില്ല. പിന്നെ നമ്മുടെ ജിഗർദന്ത സിനിമയുടെ ആ ഒരു രീതിയിലൊക്കെയാണ് ഈ പടം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ അതേപോലെ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വേറെ ടൈപ്പിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു സാധനം എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ കിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം വരെ രസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് പടം കഴിഞ്ഞു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ എന്താ പറയുക, സ്ക്രീൻ പ്ലേ റെഡിയല്ല, പിന്നെ കാസ്റ്റിംഗ് റെഡിയല്ല, പിന്നെ കണ്ടിന്യൂഷൻ ഒക്കെ നഷ്ടമായി പോയി. ശരിക്കും എന്തിനോ വേണ്ടി എടുത്ത ഒരു സിനിമ എന്നാണ് പറയാനായിട്ട് തോന്നുള്ളൂ. കാരണം സൂര്യയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു പടം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തെങ്ങനെ പടം എടുക്കണേന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇങ്ങനെയൊക്കെ നല്ല ഡയറക്ടർമാരൊക്കെ എന്തിനാണ് ഇതേപോലെ ഫ്ലോപ്പ് പടങ്ങൾ എടുക്കുന്നത്? എന്തുകൊണ്ട് മനഃപൂർവ്വം ചെയ്യണ പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. യാതൊരു തരത്തിലുള്ള ഒരു രസമില്ലേ പടം. ഇത്തിരി ഓരോ പാർട്ട് അല്ലെങ്കിൽ ഓരോ പ്ലോട്ട് ആയിട്ടാണ് പടം തിരിച്ചിരിക്കുന്നത്. ഓരോ സെക്ഷനാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അതൊക്കെ രസമായിട്ടുണ്ട്. അതൊക്കെ ജിഗർദന്തയിലുള്ള പോലത്തെ സാധനമാണ്. പക്ഷെ ഇതിലത്തെ ഒരു കോംബോയും വർക്കൗട്ട് ആയിട്ടില്ല. മെയിനായിട്ട് കാസ്റ്റിംഗ് ഒന്നും ഒരു രസമില്ലാത്ത കാസ്റ്റിംഗ് ആണ്. പിന്നെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. മൊത്തത്തിൽ പടം ജസ്റ്റ് ഒരു ആവറേജ് പടമാണ്. ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ശോകപ്പടം. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പോയി സമയം കളയാൻ വേണ്ടിയിട്ട് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ ജയറാം ഉള്ളത് കൊണ്ട്, ജയറാം അത്ര ഓവറായിട്ടൊന്നുമില്ല. ഗെയിം ചേഞ്ചർ പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊന്നും ഓവറായിട്ടില്ല. എന്നാലും ചില സീനുകളൊക്കെ ആളത്തിരി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചില സീനിലൊക്കെ ചിരിക്കളവാക്കിയൊക്കെ ഇട്ടുന്നിട്ടുണ്ട്. ജയറാമിനെ കുറേ പേര് കുറ്റം പറയണ ഞാൻ കണ്ടു. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പറയണത്. ആൾക്ക് കിട്ടുന്ന ക്യാരക്ടർ ആൾക്ക് പറ്റുന്ന രീതിയിൽ ആൾ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കോമാളി നായാലും പോലും ആൾ അത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ലേ. ആള് ഓവറാണെങ്കിലും അതൊരു ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടാൽ മതി. ആള് പേഴ്സണലായിട്ടുള്ള രീതിയിൽ കണ്ടിട്ട് അങ്ങനെ സിനിമ കാണാണ്ടിരിക്കാൻ ശ്രമിക്കുക. സൂര്യ നന്നായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വലിയ ആനത്തല സാധനമൊന്നും സൂര്യയുടെ പറയാനായിട്ടില്ല. വലിയ ഭയങ്കരമായിട്ടുള്ള ആക്ടിങ് ഒന്നും പറയാനായിട്ടില്ല. ആകെ ഒരു സീനിൽ മാത്രമാണ് ഞാനത് കണ്ടുള്ളൂ. ക്ലൈമാക്സ് ഒക്കെ ഒരു മാതിരി എന്താ പറയുക, മൊത്തത്തിലാകെ തകിട് പൊടിയായിട്ടുള്ളൊരു സിനിമ. എന്തിനത് എടുത്തേന്നുള്ളൊരു പിടുത്തം എനിക്ക് കിട്ടാത്ത. സൂര്യയുടെ സെലക്ഷനൊക്കെ എവിടേക്ക് എന്തോ പറ്റിയിട്ട് മൊത്തത്തിൽ ആൾ എന്തുകൊണ്ടാണ് ഈ പടം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതേപോലെ എൻ്റെ ഡയറക്ടറും എത്ര നല്ല സിനിമകൾ ചെയ്ത് വെച്ചുള്ള മനുഷ്യനെന്നറിയാം. അയാൾ ഓരോ കാലം ഓരോ കൊല്ലം കൂടുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആള്. എനിക്ക് തോന്നുന്ന ആളെ കയ്യിലുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞു തോന്നുന്നുണ്ട്, അറിയില്ല. എന്നൊരു കംബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സൂര്യയുടെയും കാർത്തിക് സുബ്രാജിൻ്റെയും. നമുക്കിനി അറിയാൻ വരാൻ പോണ പടം എങ്ങനെയാണ് ഉണ്ടാവാൻ പോവാന്ന്. ഇപ്പം എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആൾക്ക് സമയം പോകാണ്ട് എടുത്ത് വെച്ചൊരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആത്മാർത്ഥത ഇല്ല. ഇത് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ളതല്ലാന്ന്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. സിനിമോഗ്രാഫി ചിലതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. VFX എന്താ പറയാ, ചാണസാനുണ്ട് എന്ന് വെച്ചാൽ 10 പൈസ കൊള്ളാത്ത VFX നല്ല വൃത്തിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് പിടുത്തം കിട്ടാത്തത്. എന്തായാലും നിങ്ങൾ കാണാം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ. ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പം എല്ലാവരും റിവ്യൂ കണ്ടിട്ട് ഇപ്പം മനസ്സിലായി എൻ്റെ പലവരുടെ റിവ്യൂ കണ്ടിട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും